അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുംഭമാസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുംഭമാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ 1-ാം തീയതിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, ഞങ്ങൾ പപ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പപ്പ പോയി ഇന്ന് ഇന്നലെ കുറച്ചല്ല 2 ദിവസമായി പോയി നമ്മുടെ ചേമ്പ്, ചേന, നമ്മുടെ കാച്ചിൽ, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, അപ്പോൾ അതിൻ്റെ എല്ലാം വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നടാനൊക്കെ ഉണ്ട്. ഇപ്പം 2 ദിവസം കൊണ്ടേ നമ്മുടെ ചേട്ടനെ കാത്തിരിക്കുകയാണ്. നമുക്കിടയ്ക്ക് കൃഷി സഹായത്തിന് വരുമെന്ന് പറഞ്ഞ ചേട്ടനില്ലേ, അപ്പോൾ ചേട്ടനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങളെടുത്ത്, അതിന് മുന്നേ ഞങ്ങൾ രാവിലെ പോയി എന്താണെന്ന് അറിയത്തില്ല, അമ്മ പോയി രാവിലെ പച്ചച്ചാണകം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പച്ചച്ചാണകം എടുത്ത് നമുക്ക് ചാണകപ്പാലി മുക്കിയിൽ ഇത് വെക്കുന്നത്. അപ്പോഴാണ് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ചേട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കട്ട് ചെയ്യുക, ചേട്ടനെ കൊണ്ട് കട്ട് ചെയ്യിച്ച് കുറച്ചുകൂടെ പപ്പയും കട്ട് ചെയ്ത്. അപ്പോൾ എനിക്കിത് പുതിയ അറിവാണ്. കാരണം വീട്ടിൽ നല്ലപോലെ എൻ്റെ അച്ഛൻ ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യും. പക്ഷേ നമ്മൾ അതിനകത്തോട്ട് പോകത്തില്ല, കാരണം അതെല്ലാം അച്ഛൻ്റെ അമ്മയുടെ സെക്ഷനാണ്. അപ്പോൾ എനിക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഈ ചേമ്പ് ചേനയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കട്ട് ചെയ്യുന്ന രീതിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് എനിക്കും അതൊരു പുതിയൊരു അറിവായിരുന്നു. കാരണം നമ്മളെ മക്കൾ വളർന്നു വരികയല്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ചേമ്പ് കൃഷി, ചേന കൃഷി ചെയ്യുന്നത് നമുക്കും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ പഴയ തലമുറയുടെ കയ്യിൽ നിന്നുള്ള അറിവ് പുതിയ തലമുറയ്ക്കും കൈമാറി ഇങ്ങനെയാണ് നമ്മൾ കൈമാറ്റം ചെയ്ത് ഓരോ അറിവുകളും വരുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നത്, ഇവിടെ അപ്പോൾ ആദ്യമേ കാച്ചിൽ കട്ട് ചെയ്യുക. കാച്ചിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുടിഭാഗം ഉണ്ടല്ലേ, മുടിഭാഗം എന്ന് വെച്ചാൽ തലഭാഗം ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് കാച്ചിലെന്ന് വെച്ചാൽ നടുക്കൂടി ഇങ്ങനെ 2 ആട്ടങ്ങ് പിളർന്ന് വെച്ച്, ഒരു കാച്ചിലെന്ന് വെച്ചാൽ 3 കഷ്ണമേ ആക്കിയോളൂ. അപ്പം അതുപോലെ ഒരു 2-3 കാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ 3 കഷ്ണമാക്കി വെച്ച് ശേഷം അതങ്ങ് മാറ്റി വെച്ചു. അല്ലാതെ കൂടുതലായിട്ടങ്ങ് മുറിച്ചില്ല. പിന്നെ നമ്മുടെ ചേന ഇതുപോലെ ഒരു ചേന ഇതുപോലെ 2 ആട്ട് പിളർന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തൊലി ചെത്തിയിട്ട് ഒരു ഷേപ്പായി. കാരണം ചേന ഇരിക്കുമ്പോൾ ലെവലിനിരിക്കുക, ആ രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഇതുപോലെ ചെത്തി മാറ്റിയത് കളയണം. നമുക്ക് പിറ്റേന്ന് അവിയലിലോ തോരനിലോ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഇപ്പം ഞാൻ കൊണ്ടുപോയി ചേന ഉണ്ട്, അതാണ് നമ്മുടെ ഗജേന്ദ്ര ചേന എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അല്ലുവ കണക്കിരിക്കും. അത് വേവിച്ച് പുഴുങ്ങി കഴിച്ചാൽ അത് ഇവിടെ പിടിച്ചതാണ്. ഈ വർഷം ഇവിടെ വിളവെടുത്തതാണ്. കുറച്ചൊക്കെ ഞങ്ങളെടുത്ത് അവിയൽ വെച്ച് ഷേപ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത്, ബാക്കി ഇത് അവരെന്തായാലും കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് ആ കട്ട് ചെയ്തിട്ട് ആ വിത്ത് ഉണ്ട്, അത് നമ്മൾ നട്ടു കൊടുത്താലും പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഗജേന്ദ്ര ചേനയെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അരിയുമ്പോൾ നമ്മുടെ കൈ ചൊറിയത്തില്ല. എത്ര എത്ര വലിയ ചേനയാണെങ്കിലും അതിന് ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇതൊരിക്കൽ ഞങ്ങൾ എത്ര വർഷമാണെന്ന് ഓർക്കുന്നില്ല, 6-7 വർഷത്തിന് മുന്നേ കൊല്ലത്ത് ഈ കർഷക മീറ്റ് നടന്നു, കൃഷിഭൂമിയുടെ ഒരു കർഷക മീറ്റ് നടന്നത്. അപ്പോൾ അന്ന് എത്ര കിലയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ആനച്ചേനയായിരുന്നു അത്. നമ്മൾ 1500 രൂപ കൊടുത്ത് ആ ചേന ലേലത്തിന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അന്ന് തൊട്ടേ നമ്മുടെ കയ്യിൽ നിന്ന് അത് കൈമോശം വരാതെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളത് വിത്തൊക്കെ നഷ്ടപ്പെടാൻ നമ്മളത് കൃഷി ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്ന്, അതും കൂടാണ് ഇന്ന് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ മുറിവുണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഷേപ്പിനൊക്കെ ചേന ഇതുപോലെ റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മുടെ കാച്ചിൽ റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മുടെ ചേമ്പെന്ന് പറയുന്നത് ഇത്തവണ ചേമ്പിൻ്റെ കുണ്ടയെല്ലാം നടുന്നത്. കുണ്ടയാകുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം, 2 ആട്ടോ 4 ആട്ടോ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത്തവണ ഞങ്ങൾ നമ്മുടെ ചേമ്പ് തന്നെയായിട്ട് നടാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ഇഞ്ചി ഒക്കെ ഇരിപ്പുണ്ട്. അതൊന്നും ചാണകപ്പാലി മുക്കി വെച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത്തവണ ഞങ്ങൾ തറയിലല്ല നടുന്നത്. ഇത്തവണ നമ്മളെല്ലാം ചാക്ക് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ചാക്കിൽ ചെയ്യുന്ന നമ്മുടെ ചെറുകിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ അതെല്ലാം ചാക്കിൽ ഞാനെന്ന് വെച്ചാൽ നടന്നു വെച്ചാൽ നമ്മുടെ മണ്ണില്ല കൃഷിയാണ് ഞാൻ ചെയ്തത്. ചാണകപ്പൊടിയും കരിയിലയും കൂടി ഇട്ട് നമ്മൾ അതിൽ നടുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ എല്ലാം നല്ല കിളിച്ചൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഇതെല്ലാം ഇതുപോലെ ചാക്കിൽ കൃഷി ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്. കാരണം ചാക്കിൽ കൃഷി ചെയ്യുന്നവർ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ട് ചാക്കിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട്. അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കെല്ലാം ഇങ്ങനെ ചാക്ക് കൃഷി നല്ലതാട്ടോ. നമ്മൾ ചേന ചെയ്യുമ്പോൾ അതിനൊന്നും വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ട് വെച്ചാലും അതിനകത്ത് പിടിച്ച് കിട്ടും. അപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ കാച്ചിൽ കട്ട് ചെയ്ത് കണ്ടായിരുന്നു. അപ്പോൾ കാച്ചിലിൻ്റെ ഇച്ചിരി മുന്നേ ഒന്നും കണ്ടായിരുന്നില്ല, കാച്ചിലിൻ്റെ ചെവിട്ടിലായിട്ടൊരു ചെറുതായിട്ടൊരു മുറിവ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ അത് വേഗം വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്.
അപ്പോൾ തൊലി അങ്ങനെ ചെത്തിയാൽ മതി. ഒരുപാട് ഉള്ളിലോട്ട് മാംസമുണ്ട്. അതുപോലെ എല്ലാ കാച്ചിലിൻ്റെയും ചെവിട് ഭാഗത്ത് ഒരു ചെറിയൊരു വെട്ടുണ്ടാക്കി. അതിനുശേഷം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ടബ് കണ്ട ടബിനകത്ത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ വാരിയിട്ട്, ഇതെന്ന് വെച്ചാൽ ഈ കാച്ചിൽ നടുന്നതെന്ന് വെച്ചാൽ കാച്ചിലൊന്ന് വേര് പിടിപ്പിച്ചിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ അതുപോലെ നമുക്ക് ചാണകപ്പൊടി വെച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോഴൊക്കെ നട്ടു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇത് പക്ഷേ ഇങ്ങനെ നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മുടി ഭാഗം ഉണ്ടല്ലേ, ആ തലഭാഗത്ത് ചാണകപ്പാലൊന്ന് മുക്കിക്കൊണ്ട് അവിടെ നിന്ന് എന്തായാലും മുള വരും. അപ്പോൾ ബാക്കി ഇതുപോലെ ചാണകപ്പാൽ എന്തൊക്കെ ചേർത്ത് നേരത്തെ ഞാൻ പറഞ്ഞു. ചാരവും നമ്മുടെ പച്ച ചാണകവും കൂടാണ് കലക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് ഇതുപോലെ ഈ ടബിനകത്ത് മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച്, വെള്ളം കൂടുതലാണെങ്കിൽ ചരിച്ച് കളയണേ. കാരണം നമ്മൾ അടിയിൽ ആ ടബിൻ്റെ അടിയിൽ ഹോളില്ലാത്തൊരു പാത്രം ആ ടബ്ബേ, അപ്പോൾ അതിനെ ഒഴിച്ച് ഞങ്ങൾ നല്ല മിക്സ് ചെയ്ത വെള്ളം കുറച്ച് കൂടുതലായത്. പിന്നീട് ഇതൊക്കെ മുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്ത് ചരിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊരു കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നിയില്ലേ വേര് പിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതുപോലെ മണ്ണൊക്കെ ഒരു 10 ദിവസത്തെ എന്തായാലും ഒരു 10 ദിവസം എടുക്കും. 10 ദിവസത്തിൽ കൂടുതൽ എടുക്കും വേര് പിടിക്കാൻ. പിന്നെ ഇതുപോലെ എല്ലാം ഇങ്ങനെ കുഴിച്ച് ഒരു കുഴിച്ചിട്ട് ആ കുഴിയിലോട്ട് തന്നെ ഈ ഇതെല്ലാം കൂടെ ഈ മിക്സ് ചെയ്തതൊക്കെ ആയിട്ട് ഇത് കാച്ചിലാന്നേ വെച്ച് കൊടുക്കുന്നത്. കാച്ചിലെങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ വെള്ളം നമുക്ക് കാണുമ്പോൾ തന്നെ വെള്ളം നല്ല കൂടുതലാണ്. പിന്നെ നമ്മളിതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ചരിച്ച് കളഞ്ഞു. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ ഇതെല്ലാം നോക്കി നിന്നതേ ഉള്ളൂ. കാരണം നമുക്കൂടെ പഠിക്കാറ്. ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ നമുക്ക് ഇവർ സഹായം വേണ്ടല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും ചേന നടുന്നതും കാച്ചിലും നടുന്നതും കാച്ചിലും ചേന എങ്ങനെ കട്ട് ചെയ്തതും നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ നമ്മുടെ ചേന ഇതുപോലെ ചാണകപ്പാൽ ഇതുപോലെ കലക്കി വെച്ചിങ്ങനെ മുക്കിയങ്ങ് വെച്ചാൽ അത് ഞാനാട്ടോ ചെയ്തത്. അപ്പോൾ അതിങ്ങനെ ഓരോന്നെടുത്ത് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഇതൊരു പഴയ ഉരുളിയാണ്, ചീത്തയായി പോയത്. അപ്പോൾ അതിലോട്ട് ഓരോന്ന് വെച്ച് പിന്നെ ഞാൻ കുറച്ച് ചാരം ഉണ്ടല്ലോ, ചാരവും കൂടെ മുകളിലൊന്ന് തൂവി കൊടുത്തു. ചാരം നമ്മൾ ഓൾറെഡി ആ ചാണകത്തിൽ കലക്കിയായിരുന്നു, എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിൽ കുറച്ച് ചാരവും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ച് കുറച്ച് ചാരം കൂടെ കുടഞ്ഞു. അപ്പോൾ ചാരം കുടഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ബഹളം വെച്ച് ചൂട് കൂടുതലാണ് മതിയെന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ചാരം മാത്രമേ എന്നെ മേളിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ നട്ടു കൊടുക്കുക. സ്ഥലമില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട. ഒരു ഗ്രോ ബാഗിലാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഗ്രോ ബാഗിൽ നട്ടാലും നമുക്കൊരു ചെറിയ കിഴങ്ങാണെങ്കിലും അത് നമ്മുടെ സന്തോഷമല്ലേ, നമ്മൾ കൃഷി ചെയ്യുന്നത് സന്തോഷമല്ലേ. അപ്പം മണ്ണില്ലാത്തവരും തറയില്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട. എല്ലാവരും മണ്ണിലെ കൃഷിയും കരിയിലെ കൃഷിയൊക്കെ ചെയ്താലും നല്ല വിളവ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.